ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. എവിടെ വീട്ടിലാണോ എവിടെയാണ്? ട്രിവാൻഡ്രത്തല്ലേ നീ എത്തിയത്? ഓക്കെ, ഞാൻ എന്താ ഈ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞാല് ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. അത് തന്നെ ഒട്ടും അവിടെ വെച്ച് തന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. എനിവേ നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ലാരിറ്റിയോടെ കോൺട്രാക്റ്റിലുള്ളതാണ്. അങ്ങനെ ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെതായ രീതിയിലായിരിക്കും പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളോട് പ്രത്യേകം പറയാൻ ഒന്നുകൂടെ, വളരെ സെൻസിറ്റീവാണ്. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂവും പാടില്ല കേട്ടോ. ഓക്കെ, നാളെ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാം. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഇതാണ് ഓഡിയോ. ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല, കാര്യം ഇതിന്റെ FIR രജിസ്റ്റർ FIRന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമ്മീഡിയറ്റ്ലി. അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക്. അത് കഴിയുമ്പോഴേക്ക് FIR കോപ്പി കിട്ടും. അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIRന്റെ കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിലേ വിളിക്കാറുള്ളൂ കേട്ടോ. ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല. കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാനൊന്ന് കാണിക്കാം. ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരികയാണെങ്കിൽ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും. അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്ന കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ്. ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രെറ്റൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഏത് മീഡിയ, ഇപ്പൊ ഞാൻ ഇത് ലുലു മോളിൽ കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റാണ്, അത് വെച്ച് വരെ എന്നെ ത്രെറ്റൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ? നീ 100ാമത്തെ ദിവസം നീ എന്ത് പറയും? നീ എന്താണ് ചെയ്യാൻ പോണത്? നിനക്കൊരു ജീവിതമില്ലേ? അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവരെ വിളി നിന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റനിങ് കോൾസ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിനൊരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കൂട്ടുകാർക്കുള്ള ത്രെറ്റ് ഇതാണ്, അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല, ഭീമമായ തുക അവനിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും. അങ്ങനെയുള്ള ത്രെറ്റനിങ്ങും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം, ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു, ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു. അതിന്റെ 50% ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ഇതാണ് നിന്റെ പേയ്മെന്റ്, ഒരു തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം സിബിനെ അവിടെ നിർത്തി തരാം എന്നോട് പറഞ്ഞു. ഞാനത് പറ്റില്ല, അത് അങ്ങനെ സാഹചര്യം ഇല്ല, അതിന്റെ ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഇവര് വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ കയറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞാൻ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറി ഷോ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റൻ കോൾസ് ഉണ്ട്. അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളില് പുള്ളി കൃത്യമായി പറയുന്നുണ്ട്, നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതായിരുന്നു ഉണ്ടായിരുന്ന ത്രെറ്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട, ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കീസോഫ്രീനിയ എന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരെ അദ്ദേഹം എന്നെ ത്രെറ്റൻ കോൾ ചെയ്തിട്ടുണ്ട്.
എന്നെ വീട്ടുകാരെ ഇദ്ദേഹം ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് വന്ന് അവസാനം നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന് നിയമോപദേശം കൃത്യമായി ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്പട്ട് സ്റ്റേഷൻ, അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ പരാതി അവർ സ്വീകരിച്ചില്ല. ആ SHO കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ എത്തി, ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ്, ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ SHO കാണാൻ വന്നത്. കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല, പരാതി എടുക്കില്ല. അപ്പം അദ്ദേഹം ഇതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ DGPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു, ACPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ല എന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി. അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ജീവ എന്നാണ്. ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻ്റെ ഒരു സ്റ്റാഫാണ്. ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ജീവയാണ് എന്നാണ് അയാളുടെ പേര്. അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ്. അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേറൊരു കള്ളം പറഞ്ഞു. അത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ ത്രെറ്റ് ഉണ്ട്, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടുന്ന് പോയി. അടുത്ത ദിവസമാണ് ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തത്. DGP ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും. DGPക്ക് ഞങ്ങൾ തമിഴ്നാട് DGPക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റാണിത്. ആ പരാതിയിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറിറ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും. പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം മറ്റു രീതിയിൽ ഇവര് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു. അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അത് ആർക്ക് വേണ്ടി? ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത്? അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്നെടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ പെരുമാറുന്നെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിയമത്തിൽ വിശ്വാസമുണ്ട്. എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം, എല്ലാവരും അറിയണം. ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിന്? എന്റെ അച്ഛൻ വയ്യാതായി, അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവര് സമ്മതിച്ചില്ല. മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോടത് ചെയ്തില്ല അവര്. അങ്ങനെ ബാക്ക് ടു ബാക്ക് എന്നെ ഇവർ ഉപദ്രവിക്കണം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത്. ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും, എന്റെ അച്ഛന്റെ സർജറിക്ക് അതെനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെനി രണ്ടാമതും പേയ്മെന്റ് 2 പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു. ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത്. മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇവർ പെരുമാറുന്നത്. ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേയും. പക്ഷെ അതൊന്നും ആരും ടേക്കപ്പ് ചെയ്തില്ല. വീണ്ടും ഒരു കാര്യം വിട്ടു, അതായത് ഈ നസർപട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ 3 FIR വേറെ വീണിട്ടുണ്ട്.
ഇതുപോലെ പല ബിഗ് ബോസിലെ പല സീസണലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിയും 3 FIR ഓൾറെഡി ഉണ്ട്. അത് അവര് കാശ് കൊടുത്ത് ഒതുക്കിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ്. ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി. അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പേര് ഞാൻ പറയുന്നില്ല. തമിഴ് സീസണിലാണ്. ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്ന് ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു FIR ഈ നസ്രത്ത് സ്റ്റേഷനിൽ തന്നെയാണ്. സോ ഇതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചത്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അത് തന്നെ ഞാൻ തുടക്കം ഞാൻ പറഞ്ഞല്ലോ. ഈ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു. അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട്. ബേസിക്കലി ആദ്യത്തെ പേടി അതാണ്. 2, ഈ ഷോയ്ക്കകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം നടക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാനത് ഐഡന്റിഫൈ ചെയ്ത ആളാണ്. 3, ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചോളാം. വേറെ ആരും ചോദിച്ചായിട്ട് എനിക്ക് അറിയില്ല. വേറെ കണ്ടസ്റ്റൻസിന് ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് പുറത്ത് വന്ന ഒരു മത്സരാർത്ഥി അത് ക്യാമറയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 13 തവണ മരുന്ന് തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചു. എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത്, എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത്. അതിന്റെ പേരിലായിരിക്കാം. ഇനി ഈ ഷോ ഇതോടെ തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇനി നടന്നാലും ഈ ഷോയ്ക്ക് അഗൈൻസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. ഇത് കാരണം എത്രയോ ജീവനുകൾ ഞാൻ പറയാം, എത്രയോ ആൾക്കാരുടെ ലൈഫാണ് ഇത് കാരണം നഷ്ടപ്പെട്ടുള്ളത്. നിങ്ങളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുറകിലേക്ക്. ഇല്ല, വിളിച്ചിരുന്നില്ല. എന്നെ ഷോയിലേക്ക് തിരിച്ചു വിളിച്ചില്ല. ഞാൻ വന്നതിന് ശേഷം എന്നെ ഒരു പ്രാവശ്യം എനിക്ക് ഫോൺ കോൾ വന്നിരുന്നു. അത് ഈ പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഈ പറയുന്ന ഒരു നോർമൽ സെൻഡ് ഓഫ് തരാം. അത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പുറത്തായതിനു ശേഷം എന്നെ പുറത്താക്കിയത് അനധികൃതമായി ആണെന്നുള്ള ഒരു ജനരോഷം ഉണ്ടായപ്പോ ഈ പറഞ്ഞ കാരണം കാണിക്കൽ അവിടെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏതാണ് എന്റെ ഫൂട്ടേജസും ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, എന്നിട്ട് ചോദ്യങ്ങൾ എടുക്കാം. ഏതാണ്? അതെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് താങ്കൾക്ക് മരുന്ന് നൽകിയതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചത് ഏത് മരുന്നാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട മരുന്നാണ് താങ്കൾക്ക് നൽകിയത്. അതെ, ഞാൻ പറഞ്ഞു ഒലാൻസപ്പ എന്ന് പറഞ്ഞ മരുന്ന് അതിന് ഉപയോഗിക്കുന്നതാണ്. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞല്ലോ. ആദ്യം അവരവിടെ നിർബന്ധമായി നീ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ആ 3 പേര് നിർബന്ധമായി മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് മുന്നേ എന്നോട് ഇത് ഉറക്ക ഗുളിയാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് കേൾപ്പിച്ചത്. അറിയാം. പുറത്തു പോകാൻ നിവൃത്തിയില്ല. എന്നെ വെളിയിൽ വിടില്ല അവര്. എനിക്ക് വെളിയിൽ വരണം. എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല. ഒരു മൊബൈൽ ഫോണും ഇല്ല. അവിടെ ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണുള്ളത് ആ ഹോട്ടലിൽ. മാനസികമായിട്ട് തളർന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അപ്പം അതിന് കാരണം ലാലേട്ടനോടൊരു സ്നേഹം ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, തളർന്നത് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ. ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ എഡിറ്റ് ചെയ്ത് പോർട്രേ ചെയ്തു. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്രേ ചെയ്ത് അവിടെ കാണിച്ചു. എന്നെ ഒരു വേറൊരാളായിട്ട് ഇവരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നോട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ഷോയ്ക്കുള്ളിൽ അവർക്ക് ഷോയുടെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോയുടെ TRPക്ക് വേണ്ടി എന്ത് ചെയ്യാം, എന്റെ കൺസേൺ അതല്ല സഹോദരൻ. എന്റെ കൺസേൺ പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ എന്തിന് ഇവര് 3-4 ദിവസത്തോളം അടച്ചു വെച്ചിട്ടുണ്ടോ, എന്തിന് എനിക്ക് സൈക്കാട്രിക് ഡ്രഗ് നൽകി, എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല, എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന്, സ്കീസോഫ്രീനിയാണെന്ന് എന്തിന് ഇവര് കള്ളം പറഞ്ഞു. ഇതാണ് എന്റെ കൺസേൺ. ഷോയ്ക്കുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം. ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കാം. പറഞ്ഞു കേട്ടോ. 2 കാര്യങ്ങൾ പ്ലേ ചെയ്തു. ഒന്ന് ഓഡിയോ പ്ലേ ചെയ്തു, ഒന്ന് സ്ക്രീൻഷോട്ട് കാണും. ശിവൻ ഇപ്പോഴും എന്തോ ഒളിച്ചു വെക്കും.
എന്ത് വിലപേശലാണ്? എന്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് പേര് പറയാൻ പേടിക്കുന്നു? ചിമ്പറുടെ FIR ഇടാറുണ്ട് അല്ലെ? ഇനി സീസൺ തീരാൻ ഇനി 3, 4, 5 ദിവസമുണ്ട്. സിബിൻ എന്തുകൊണ്ട് ആ പേര് പറയാൻ പഠിക്കുന്നു? ഇത് തന്നെയാണ് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. അപ്പൊ ഇനിയും സിബിൻ ഇപ്പൊ ഇന്ന് പത്രസമ്മേളനം നടത്തി, ഇനി അവരെന്തെങ്കിലും ചർച്ചയ്ക്ക് വരും, ഇതിനെയാണോ അതിനു വേണ്ടിയാണ്? ഇത് എന്തുകൊണ്ട് പേര് പറയാം? ഞങ്ങൾ ഈ ഓഡിയോ കൊണ്ട് ഞങ്ങൾ ലാബിൽ കൊണ്ട് പരിശോധിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന FIR-ന്റെ കോപ്പി വരുമ്പോൾ ഞാൻ പുറത്തുവിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും ഈ 3 പേര് ആരാണെന്നും അവർക്കെതിരെയാണ് FIR വിനിരിക്കുന്നത്. ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് ഇതെല്ലാ കണ്ടസ്റ്റൻസിനോട് അവർ പറയുന്ന ഒരു പോയിന്റ് ആണ്. പുറത്തിറങ്ങി ഇപ്പം രതീഷ് ആണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം മീഡിയാസിനോട് ബൈറ്റ് കിട്ടിയ ശേഷം രതീഷിനോട് പറഞ്ഞു മീഡിയാസിനോട് സംസാരിക്കുന്നത്. അത് അങ്ങനെ കിട്ടുന്ന ഒരു വാണിംഗ് ആയിട്ട് കണക്ക്. അത് മാത്രമല്ല, അതൊന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് മാത്രം ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചില്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അത് വിടാതെ. ഉറപ്പായിട്ടും ആ FIR-ൽ എന്തായാലും പ്രതികളുടെ പേരുണ്ടാവും. അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. എനിക്ക് ഞാൻ ഒരു കാര്യം അല്ല, ഇത് ഒരുപാട് ദിവസം ഇല്ലല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞല്ലോ, പേര് പറയാത്തത് എനിക്ക് കാശ് വേണ്ട. ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല. ഓൾറെഡി അത് കഴിഞ്ഞു, ഇനി അതില്ല. ആ ഒരു ആവശ്യം എനിക്കില്ല. അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല. സാവന്ത്, ഡോക്ടർ സാവന്ത് സൈക്യാട്രിസ്റ്റ് എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്കറിയില്ല. സാവന്ത് എന്നാണ് അയാളുടെ പേര് പറഞ്ഞത് എന്നോട് കേട്ടോ. എന്താണ്? ഇല്ല അങ്ങനെ ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ മത്സരാർത്ഥികളുമായി സംസാരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇതേ സാവന്ത് ഡോക്ടർ തന്നെയാണ് ഈ ഞങ്ങൾ കയറുന്നതിന് മുന്നേ നമുക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട്. 1 മണിക്കൂറോളം ഇയാൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇയാളോട് തുറന്നു പറഞ്ഞു. ഇയാൾ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ്. ഇപ്പോൾ സിബിൻ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല. അതെന്റെ മെഡിക്കൽ എത്തിക്സ് ആണ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരിൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്ക കയറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കുണ്ടായ ഇറക്കം, ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു. അതെല്ലാം അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കെതിരെ ഉപയോഗിച്ചു. ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്തൊരു സൈക്കാട്രിസ്റ്റ് ആണെന്ന് താങ്കൾ പറയുന്നു. താങ്കൾക്ക് ഇല്ലീഗലായിട്ട് മെഡിസിൻ തരാൻ വേണ്ടി നിന്ന ആളാണെന്ന് പറയുന്നു. സ്വാഭാവികമായും ഒരു പരാതി നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആളായി അദ്ദേഹം വരേണ്ടതാണ്. FIR-ൽ അദ്ദേഹത്തെയാണോ പ്രധാനമായി താങ്കൾ ഉൾപ്പെടുത്തുന്നത്? ഒരു പ്രധാന കൺസേൺ അല്ലേ താങ്കളുടെ മെന്റൽ ഹെൽത്ത് തകർത്തു എന്ന് പറയുന്ന ഒരാളെ ഏറ്റവും പ്രധാനമായി താങ്കൾ ഉയർത്തി കാണിക്കുന്നു? തീർച്ചയായും ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും പറയും. അല്ല, ഏഷ്യാനെറ്റിന്റെ ആളാണ്. അതെ. ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ ആളാണ്. തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ് ഇദ്ദേഹം തന്നെയാണ്. 50% ആണ് പറഞ്ഞത്. കൃത്യമായിട്ട് വേണം. ഇല്ല, ഞാൻ വളരെ മാന്യമായി പറഞ്ഞു. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുക കൂട്ടിയാണ് ഇപ്പൊ ഇവർ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഷോയാണ്. ഇത് 24 hours നിൽക്കുന്ന ഒരു ഷോ ആകുമ്പോൾ കൂടുതൽ പേയ്മെന്റ് തരണം. മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഇല്ല, അതിന് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ലല്ലോ. പേയ്മെന്റ് സെറ്റ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്ട് പോകുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിക്കാതിരിക്കുവാൻ വേണ്ടി താങ്കൾക്ക് അത്രയും കൂടി പേയ്മെന്റ് വീണ്ടും തന്നു എന്ന് പറയുന്നത്. അത് താങ്കൾ അതിനെ ഓൺ ചെയ്തോ? അതായത് തന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കാമെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ. എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ. അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു. എന്റെ പേയ്മെന്റ് എന്തായി? അപ്പൊ ഇവര് പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ കൂടെയുള്ള എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി. 2 ആഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു. ഇമെയിലിൽ ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിലാണ്. ഈ ചാനലിന്റെ ബിസിനസ് ഹെഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഞാനൊരു ജീവിതത്തിൽ ഒരു
മോശമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവര് രണ്ടാമത് എന്നോട് ഒരു ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയ്സ് കൂടെ വേണമെന്ന് അന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മറ്റൊരു ഇൻവോയ്സ് അയച്ചു. അപ്പൊ ഈ ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത് ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് 2 പേയ്മെന്റ് ആണ് എനിക്ക് തന്നത്. എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇനി ദയവേത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത്, ഈ കാശ് നിനക്ക് ഡിസേർവ് ചെയ്യണം. ഞാൻ പറഞ്ഞു സാർ, ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും 1 രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു. ആകാശ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ചാനലിലെ ഒരു കൺസേൺഡ് ആള് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല. സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നു ഞാൻ ഇരുന്നത്. ഇപ്പോ അത്രയും ഗുരുതരമായി തങ്ങളെ അഫക്ട് ചെയ്യുന്ന മെന്റലി തങ്ങളെ തകർക്കുന്ന രീതിയിൽ പെരുമാറിയ ഒരാളുടെ പേര് ഈ അവസാന ഘട്ടത്തിൽ വെളിപ്പെടുത്താതെ FIR വരുമ്പോഴേ ഞാൻ പറയൂ എന്ന് പറയുന്നതില് ചിലപ്പോ ആളുകൾക്ക് തോന്നാം അത് എന്തെങ്കിലും താല്പര്യങ്ങൾ താങ്കൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള തോന്നലുണ്ടാകാം. അതിന്റെ ഒരു ആവശ്യം ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ചോദ്യം. അവസാന ഘട്ടം അല്ലല്ലോ, ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാന ഘട്ടം. എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം. ഈ ഷോ തീർന്നോട്ടെ. ഈ ഷോ തീർന്നാൽ എന്താ കുഴപ്പം? ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി നിയമപരമായുള്ള ഞങ്ങൾ 1 മാസമായി, ഞാൻ ഏതാണ്ട് 1-1.5 മാസത്തോളമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഓൺലൈനിൽ കിടന്ന് അതും പറഞ്ഞ് തമ്മിൽ തല്ലി ആളുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോയതില് ഫസ്റ്റ് ഓഫ് ഓൾ അഭിനന്ദനങ്ങൾ. ഓൺലൈൻ മീഡിയനോട് നിന്റെ മാത്രം അഭിനന്ദനം. എന്റെ മാത്രം അഭിനന്ദനങ്ങൾ. കാരണം ഓൺലൈൻ മീഡിയക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ പറയുള്ളൂ. ബ്രോ, അപ്പൊ ഇനി FIR പുറത്തു വരാതെ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പൊ ദിലീപ് നടക്കുന്ന കേസുകളിൽ അവര് പല കാര്യങ്ങളും പുറത്തു പറയാത്തത് FIR വരാത്തതുകൊണ്ടൊക്കെ പല കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ നിയമം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ദിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പൊ സിബിൻ നിയമപരമായിട്ട് പോയിരിക്കുന്നു. അപ്പൊ സത്യങ്ങളുടെ കാര്യങ്ങളാണോ സിബിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നത്? എക്സാക്ട്ലി അത് തന്നെയാണ് കാര്യം. അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട, വകവയ്ക്കണ്ട എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത്. വളരെ കൃത്യമായി. അല്ല, ഒരാൾ ചോദിച്ചു. ആരാ ചോദിച്ചത്? മറുപടി ഒരു കോൺട്രാക്ട്, നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ആ കോൺട്രാക്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ലോഫുൾ കോൺട്രാക്ട് ആയിരിക്കണം. ഒരിക്കലും ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. അത് അബിൻഷ്യ വോയിഡാണ്. അത് തുടങ്ങിയ സമയം, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് വോയിഡാണ്. അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയിൽ 3 ദിവസത്തോളം, അതായത് 4 ദിവസം അടുപ്പിച്ച് ഇയാൾ കൂട്ടിയിടുക. ആ 167 CRPC പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇയാൾ 3 ദിവസത്തിന് മുകളിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല, ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനുപരി ഇയാൾക്ക് സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ്. വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അതിന് പിന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് ബാക്കി പല മത്സരാർത്ഥികൾ അങ്ങനെ തന്നെ. ഇപ്പൊ സിജോ 3 ആഴ്ചയോളം അവരുടെ കസ്റ്റഡിയിലായിരുന്നു, അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇത് പോകുന്നതിനൊന്നും നമുക്ക് അറിയാവുന്ന കാര്യമില്ല. ക്രൈസിസ് വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സിജോയുടെ വീട്ടിൽ നിന്ന് വീട്ടുകാരെ ബന്ധപ്പെടാനും വീട്ടുകാരുമായിട്ട് ഇടപെടാനും സിജോനെ സമ്മതിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂട്ടി കൺസ്ട്രക്ട് ചെയ്തതല്ല. അദ്ദേഹം ഹോസ്പിറ്റലിൽ എന്നെ ഒരു ഹോട്ടൽ മുറിയിലാണ് ലോക്ക് ചെയ്തത്. മദ്യപിക്കുന്ന ആളാണ്. അപ്പോ 2 ചുമ്മാ നമുക്ക് നിഷേധിക്കുന്ന അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പല ആരാണ് ഒരു ആരോപണം, അത് കള്ളം, പച്ചക്കള്ളാണ്. അങ്ങനെയല്ല, ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു മദ്യപാനിയല്ല കേട്ടോ.
ഒക്കേഷണൽ ഡ്രിങ്കറാണ്, സോഷ്യൽ ഡ്രിങ്കറാണ്. സിബിന് പോണമെന്ന് പറഞ്ഞു വീണ്ടും അവിടെ ഒരു മിനിറ്റ് സിബിൻ പോണമെന്ന് പറഞ്ഞു വീണ്ടും അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. സിബിന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് അക്രാസക്തരാകും അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉടയ്ക്കും, അങ്ങനെ പറയുന്ന ഒരു ആളെ അവിടെ നിർത്താൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉറപ്പ് തന്നെയാണ് 150%. ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല? ഞാൻ ഇവിടെ ഉള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കണോ? ആ കണ്ടന്റ് കിട്ടിയാലേ നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൃത്യമായ ബോധ്യമാണ്. അങ്ങനെ തന്നെയാണ് താങ്കൾ 150% അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ താങ്കൾ പ്രവർത്തിക്കുമെന്ന് ഓർത്ത് വേണമെങ്കിൽ എന്നെ പുറത്താക്കിയതല്ല ഹൈദരായിട്ട് എന്റെ പ്രശ്നം, പുറത്താക്കിയതല്ല. ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല, അത് തന്നെയാണ് കൂട്ടിയിട്ടത് റോങ്ഫുൾ കൺഫൈൻമെന്റ്. എനിക്ക് അങ്ങനെ പുറത്താക്കിയതിൽ എനിക്കങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് തന്നെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ്. ആ അനീതി ഇതാണ് ആ അനീതി. റോങ്ഫുൾ കൺഫൈൻമെന്റ്, മരുന്ന് തരിക, എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക, എന്നെ ഒറ്റപ്പെടുത്തുക. ബേസിക്കലി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്കുണ്ട്. ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. ഞാനത് പറഞ്ഞോട്ട് സഹോദര, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിന്ന് എന്നെ സഹായിക്കുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിബിൻ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം മീഡിയ ഇൻഡസ്ട്രി, ഹി ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ബിഗസ്റ്റ് ടൈക്കൂൺ. ആ മെസ്സേജ് എനിക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് സിബിന്റെയുമായിട്ടുള്ള കൂട്ട് കട്ട് ചെയ്യുക, എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ? അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരുന്നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം 6 വർഷം റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ക് ടെസ്റ്റ്, ബ്ലൂ ഇങ്ക് ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റിന്റെ പേരാണ്. അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ 3 അധികൃതർ വരുന്നു, പുറത്ത് പോകരുത്, ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു പുഷ് ചെയ്തകത്ത് കയറ്റിയതാണ്. ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ ഇവരകത്തേക്ക് കയറ്റിയതാണ്. തിരിച്ചു പാലിക്കാതെ തിരിച്ചു പുഷ് ചെയ്തതിനകത്ത് കയറ്റിയത്, നിർബന്ധമായി കയറ്റിയത്. ആവാം, അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർവ്യൂ പറയണ്ട, ഈ സിബിനോട് ജാസ്മിനെതിരെ കളിക്കുന്നത് അവർ പ്രത്യേകം വാൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ വാൺ ചെയ്ത സമയത്ത് ഇതും അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ജാസ്മിനെതിരെ കളിച്ചതുകൊണ്ട് കൂടിയാണോ? നമുക്ക് വിഷയം ഇതിൽ നടത്താം. ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല, ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയുന്നത്. ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് ഇതിന് മറുപടി പറയുന്നത്. ഇല്ല, ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ? സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതല്ലേ, നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ഇവര്. ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്, അവസാനമായിട്ടാണ് പറയുന്നത്. അപ്പോഴൊന്നും അവർ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അതെ, സംശയമാണ് എന്റെ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പല സീസണിലും അങ്ങനെ പലതിലും ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട്. ഒരാൾ സൂയിസൈഡിനൊക്കെ ശ്രമിച്ചു. അതെ അതെ, തമിഴ് സീസണിലുണ്ട്. അതെ, അതൊരു വലിയ ഡ്രഗ് മാഫിയ ഉണ്ടാവാം, അന്വേഷണത്തിൽ തെളിയട്ടെ, ഉണ്ടാവാം. ഈ ഡോക്ടറില്ലേ എവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് തന്നിട്ടില്ല. പകുതി പ്രതിഫലം ആവശ്യപ്പെട്ട ആൾക്കാർ ഏഷ്യാനെറ്റിലോ എന്നോ അറിയിച്ചിരുന്നു, ഒരു നടപടി ഉണ്ടായില്ല. അറിയിച്ചിരുന്നു. മോഹൻലാലിന്റെ അവതാരകന് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല. സിബിന് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ 13 തവണ മറ്റൊരു മത്സരാർത്ഥിക്ക് മരുന്ന് കൊടുത്തു എന്ന് പറയുന്നത്, ആ മത്സരാർത്ഥി പറഞ്ഞത് അത് ഒരു തവണയെ കഴിച്ചിട്ടുള്ളൂ, പിന്നീട് കഴിക്കണോ വേണ്ടോ എന്ന് ഞാനാണ് തീരുമാനിച്ചത്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊരു ജെന്യൂനിറ്റി കാണുന്നില്ല. എന്ത് ജെന്യൂനിറ്റിയാണ്? ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ്. എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത്. ഞാനത് പറഞ്ഞു, എന്നെ നിർബന്ധിച്ചാണ്. കഴിച്ചാൽ മാത്രമേ
അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. പക്ഷേ എവിടെ പറയുന്ന ഷോയിൽ തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ എനിക്ക് പുറത്ത് പോകണമെന്ന് റിപ്പീറ്റ്ലി പറയുന്ന ഒരാള് പുറത്താക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് തോന്നുമ്പോൾ അതിനകത്തൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല. അപ്പം അതിനോട് എങ്ങനെയാണ്, എന്താണ് ഞാൻ ഈ മത്സരത്തിൽ ഒരു 4 രീതിയിലാണ്, ഒരു 4 സ്റ്റെപ്സിലാണ് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഒന്ന്, ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ. അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം അഖിലേണ്ട പോലുള്ളവരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് ടാസ്കിൽ ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്രിമത്വം കാണിക്കും. 2, ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും. ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഞാനിപ്പോ എന്താ പറയാവുന്ന ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും. അപ്പം അതിന്റെ ടാസ്കുകളുണ്ട്. ഇപ്പൊ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചാണെന്ന് എല്ലാവരും ചർച്ച ചെയ്താണത്. ഞാൻ പുറത്താവുന്ന ആ ദിവസമുള്ളത്. 2, ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അഭിഷേക് ചെയ്തത് ഉൾപ്പെടെ എല്ലാവരും പുറത്തു വന്ന് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു. ഇപ്പൊ അവസാനം ഇറങ്ങിയ സിജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം, മത്സരത്തിന്റെ ആവശ്യമാണ്. പിന്നെ 3-മതായി മാനിപ്പുലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു എന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരും വരും. ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചുപൂട്ടിയിടുന്നത് ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇവര് പീഡിപ്പിക്കുന്നത്.